തൃശ്ശൂർ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വീഡിയോയിൽ ചെയ്യുന്നത് റവ കേസരിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് റവ കേസരി. അപ്പോൾ നമ്മൾക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് വീഡിയോ കണ്ടു നോക്കാം. റവ കേസരിയുടെ ഇൻഗ്രീഡിയൻസ് നമ്മൾക്കൊന്ന് നോക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്, റോസ്റ്റഡ് റവയാണ്. പിന്നെ ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 സ്പൂൺ നെയ്യ് വേണം. പിന്നെ ഒരല്പം ലെമൺ യെല്ലോ കളർ വേണം. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ചെറിപ്പഴം. ഈ ചെറിപ്പഴത്തിന് പകരം കാഷ്നട്ടോ കിസ്മിസും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഒരു 2 ഗ്ലാസ് വെള്ളം, അതായത് ഒരു ഗ്ലാസ് റവയ്ക്ക് 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാനിൽ ഞാൻ 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. കാഷ്നട്ടും കിസ്മിസും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അത് ഫ്രൈ ചെയ്ത് കോരി മാറ്റി വയ്ക്കണം. നമ്മൾക്ക് അതിന് ശേഷം ഈ നെയ്യിലേക്ക് തന്നെ റവ ഇട്ട് നമ്മൾക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ഓൾറെഡി റോസ്റ്റ് ചെയ്ത റവയാണ് എങ്കിൽ പോലും ഞാൻ ഒന്നുകൂടി ഈ നെയ്യിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പകുതി ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, അതല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മളുടെ റവ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി വേറൊരു പാത്രത്തിൽ നമ്മളുടെ 2 ഗ്ലാസ് വെള്ളം എടുത്തു വെച്ചത് തിളപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് അല്പം ഉപ്പിട്ട് കൊടുത്തു. പിന്നെ അല്പം യെല്ലോ കളറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന റവ കട്ട കുത്താതെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളുടെ റവ മുഴുവനും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫ്ലെയിം ഇനി പകുതി ഫ്ലെയിമിലേക്ക് മാറ്റി ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ പകുതി ഫ്ലെയിം ആക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അതല്ലെങ്കിൽ വെള്ളം പറ്റും, നമ്മുടെ റവ കുക്കാവില്ല. അപ്പോൾ നമ്മളുടെ റവ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്, അതായത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇതിലേക്ക് നമ്മളുടെ പഞ്ചസാര 1 കപ്പ് എടുത്ത് വെച്ചിരിക്കുന്നത് ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ 3/4 ഗ്ലാസ്സേ ചേർക്കുന്നുള്ളൂ. ഇത് നമ്മൾക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ഉരുകി അതിൻ്റെ വെള്ളവും ഇപ്പോൾ വറ്റി നല്ല പരുവത്തിൽ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. കാഷ്നട്ടും കിസ്മിസും നിങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ അതും ഈ സമയത്ത് നമ്മൾക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾക്ക് ഇത് എണ്ണ തൂത്ത ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഇതേപോലെ ഒന്ന് ഫിനിഷാക്കി കൊടുക്കാം. ഒരു സ്പൂണ് വെള്ളത്തിലൊന്ന് മുക്കി മുകളിൽ നമ്മൾക്ക് ഇതേമാതിരി പ്രസ് ചെയ്ത് ഒന്ന് ഫിനിഷാക്കി എടുക്കാം. സ്പൂൺ ഇടയ്ക്ക് വെള്ളത്തിൽ ഒന്ന് മുക്കിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, അതല്ലെങ്കിൽ നമ്മളുടെ കേസരി സ്പൂണുമേ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ കേസരി ഞാനിവിടെ പ്ലേറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ റൗണ്ട് പ്ലേറ്റിന് പകരം സ്ക്വയർ പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. നമ്മൾക്ക് കട്ട് ചെയ്യുമ്പോൾ എല്ലാനും ഒരേപോലത്തെ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്ക്വയർ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കുക. നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇതിനൊക്കെ ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്യേണ്ട ഷേപ്പിൽ ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കാം. നമുക്ക് സ്ക്വയർ പ്ലേറ്റ് ആണെങ്കിൽ ഒറ്റ പീസും ഡാമേജ് വരില്ല. അപ്പോൾ പരമാവധി സ്ക്വയർ പ്ലേറ്റ് എടുക്കുക. നമ്മൾക്ക് ഈ വരയിട്ടതിൻ്റെയൊക്കെ നടുക്ക് നമ്മളുടെ ചെറി വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്യാം. റവ സെലക്ട് ചെയ്യുമ്പോൾ തരിമുഴുപ്പ് കുറഞ്ഞ റവ എടുക്കാൻ ശ്രദ്ധിക്കുക, എന്നാലേ നല്ല ഫിനിഷിങ് കിട്ടുള്ളൂ. ഇതിപ്പോൾ എൻ്റെ റവ ഇത്തിരി തരിമുഴുപ്പ് കൂടിയതായതുകൊണ്ട് അല്പം ഫിനിഷിങ് കുറവാണ്. ഇത് നമുക്ക് നന്നായി ചൂടാറിയതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ആക്കി ഓൾ സെലക്ട് ചെയ്യുക.